ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതിനെക്കുറിച്ച് സാധാരണക്കാർക്കിടയിൽ വലിയ രണ്ട് സംശയങ്ങളുണ്ട്. ഒന്നാമത്തേത്, വരുമാനമില്ലാത്ത വീട്ടമ്മമാരും വിദ്യാർത്ഥികളുടെയും പേരിൽ ITR ഫയൽ ചെയ്യേണ്ട കാര്യമുണ്ടോ, അതുകൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടോ എന്നതാണ്. രണ്ടാമത്തെ സംശയം, ഇനി ഫയൽ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ പുതിയ ടാക്സ് സിസ്റ്റം തിരഞ്ഞെടുക്കണോ അതോ പഴയത് മതിയോ എന്നാണ്. ഇതിലേതാണ് ഒരു സാധാരണക്കാരന് കൂടുതൽ ലാഭകരം? ഈ രണ്ട് കാര്യങ്ങളും വളരെ ലളിതമായി ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആദ്യം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വീട്ടമ്മമാരുടെയും വിദ്യാർത്ഥികളുടെയും പേരിൽ ITR ഫയൽ ചെയ്യേണ്ട കാര്യമുണ്ടോ? വരുമാനമില്ലാത്ത വീട്ടമ്മമാരാണെങ്കിൽ ടാക്സ് ഫയൽ ചെയ്യേണ്ടതില്ല. എന്നാൽ വരുമാനമുള്ള വീട്ടമ്മമാരാണെങ്കിൽ ടാക്സ് ഫയൽ ചെയ്യണം. ഇതേക്കുറിച്ച് ഇൻകം ടാക്സ് ഓഫീസർ സന്ദേശ് വി സംസാരിക്കുന്നു. വരുമാനമില്ലാത്ത വീട്ടമ്മമാരുടെയും അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും പേരിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യരുത്. കാരണം ഫയൽ ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ വരുമാനത്തിനാണ് നിങ്ങൾ എപ്പോഴും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. വരുമാനത്തിൻ്റെ ഒരു പ്രൂഫാണ് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ. അപ്പോൾ നിങ്ങൾക്ക് വരുമാനമുള്ള വീട്ടമ്മയാണ്, അത് 2 ലക്ഷം ആണെങ്കിലും 3 ലക്ഷം ആണെങ്കിലും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനെ കൊണ്ട് തെറ്റില്ല. വരുമാനമില്ലാത്ത ഒരാൾ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുന്നത് നിയമപരമായിട്ട് ശരിയല്ല. ഇനി നമ്മൾ നോക്കുന്നത് എല്ലാവരെയും കുഴപ്പിക്കുന്ന ആ വലിയ ചോദ്യമാണ്. പുതിയ നികുതി രീതിയാണോ അതോ പഴയ നികുതി രീതിയാണോ ഒരു സാധാരണക്കാരന് കൂടുതൽ ലാഭകരം? ഇതിന് ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ കയ്യിലുള്ള നിക്ഷേപങ്ങളും ചെലവുകളും അനുസരിച്ചാണ് ഇത് മാറുന്നത്. എന്നാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട്. നിങ്ങൾ ഭവന വായ്പയുടെ പലിശ അടയ്ക്കുന്നവരോ കുട്ടികളുടെ പഠന ചെലവുള്ളവരോ LIC, മെഡിക്കൽ ഇൻഷുറൻസ്, PPF തുടങ്ങിയ പദ്ധതികളിൽ വലിയ തുക നിക്ഷേപിക്കുന്നവരോ ആണെങ്കിൽ നിങ്ങൾക്ക് പഴയ നികുതി രീതിയാണ് കൂടുതൽ ലാഭം തരുന്നത്. കാരണം പഴയ രീതിയിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും വലിയ രീതിയിൽ ഇളവുകൾ ലഭിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇത്തരം നിക്ഷേപങ്ങളൊന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ ശമ്പളം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലാഭകരം പുതിയ നികുതി രീതിയാണ്. ഇതിനെക്കുറിച്ച് ഇൻകം ടാക്സ് ഓഫീസർ വിശദീകരിക്കുന്നു. പ്രസന്റ്ലി 2 ടൈപ്പ് ഓഫ് ടാക്സ് റെജീമാണുള്ളത്. ന്യൂ ടാക്സ് റെജീമുണ്ട്, ഓൾഡ് ടാക്സ് റെജീമുണ്ട്. 99.9% ആൾക്കാർക്കും ഉപകാരപ്പെടുക എപ്പോഴും ന്യൂ ടാക്സ് റെജീമാണ്. കാരണം ന്യൂ ടാക്സ് റെജീമിൽ റിബേറ്റ് കഴിച്ചിട്ട് 12 ലക്ഷം വരെ, സാലറിഡ് ആണെങ്കിൽ 75,000 രൂപ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ 12,75,000 വരെ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ട ഒരു ആവശ്യകതയില്ല. അപ്പം ഭൂരിഭാഗം ആൾക്കാരും അതിലേറ്റവും ഉപകാരപ്പെടുക ന്യൂ ടാക്സ് റെജീമാണ്. ഓൾഡ് ടാക്സ് റെജീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ലക്ഷത്തിൻ്റെ മുകളിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കണം. പക്ഷേ അത് ടാക്സ് സ്ലാബ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. അവിടെ നിങ്ങൾക്ക് പക്ഷേ ഡിഡക്ഷൻസ് കിട്ടും. നിങ്ങൾക്ക് എല്ലാ ഡിഡക്ഷൻസും, ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം, ATCയിലെ ഡിഡക്ഷൻസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം, ഇങ്ങനെ എല്ലാവിധ ഡിഡക്ഷൻസും ക്ലെയിം ചെയ്യാം. പക്ഷേ നോർമലി ഒരാൾക്ക് കിട്ടാവുന്ന എല്ലാവിധ ഡിഡക്ഷൻസും നിങ്ങൾ കുറച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ന്യൂ ടാക്സ് റെജീം തന്നെയായിരിക്കും എപ്പോഴും 99.9% ആൾക്കാർക്കും ഉപകാരപ്പെടുക. ഇനി അല്ല, നോർമലി നിങ്ങൾ ക്ലെയിം ചെയ്യാത്ത കുറേ ഡിഡക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ ലോൺ ഇൻട്രസ്റ്റ് ഉണ്ട്, അതിനൊരു 7 ലക്ഷം രൂപ നിങ്ങൾ അടച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ത്രൂ അക്കൗണ്ട് വഴി നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അത് ഒരു 5-6 ലക്ഷം രൂപ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട്, ഇങ്ങനെ വലിയൊരു സംഖ്യ നിങ്ങൾ നോർമൽ ഡിഡക്ഷൻസിൽ പെടാത്തത്, അതായത് നോർമലി എല്ലാവരും ക്ലെയിം ചെയ്യുന്ന ഡിഡക്ഷൻസിൽ പെടാത്തതായ വലിയൊരു സംഖ്യ നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളിൽ കൂടെ, അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡിഡക്ഷൻസ് വഴി, 80E വഴി എഡ്യൂക്കേഷൻ ലോൺ ഇൻട്രസ്റ്റ്, 80GGC വഴി പൊളിറ്റിക്കൽ പാർട്ടി കോൺട്രിബ്യൂഷൻ, ഇങ്ങനെ വലിയൊരു സംഖ്യ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഓൾഡ് ടാക്സ് റെജീം തന്നെയായിരിക്കും ഉപകാരപ്പെടുക. എന്തായാലും രണ്ടും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഡിഡക്ഷൻസും ബാക്കി കാര്യങ്ങളെല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം ന്യൂ ടാക്സ് റെജീമാണോ ഓൾഡ് ടാക്സ് റെജീമാണോ നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്നുള്ളത് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. www.incometax.gov.in എന്ന സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. അതിൽ നോക്കിയതിന് ശേഷം മാത്രം തീരുമാനിക്കുക ഏത് ടാക്സ് റെജീമാണ് നിങ്ങൾക്ക് നല്ലത് എന്ന്.